ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് വിരുന്ന് ആരംഭിച്ചു. മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരും വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ സെക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണുവുണ്ട്. ജിഷ്ണു, ഈ സഭമേലധ്യക്ഷന്മാർ, അതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? പ്രധാനമന്ത്രി മാത്രമാണോ പങ്കെടുക്കുന്നത്? മറ്റ് മുതിർന്ന മന്ത്രിമാർ, നേതാക്കന്മാരൊക്കെ ഈ ചടങ്ങിലുണ്ടോ? ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ സെവൻ ലോക്ക് കല്യാൺ മാർഗിലാണ് ഈ ക്രിസ്മസ് ദിനത്തിലൊരു വിരുന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർ, ഒപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരുമെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 56-ലധികം ആളുകൾ, വ്യക്തിത്വങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കർദിനാൾ ഒസാൾഡ് ഗ്രേഷ്യസ്, ഒപ്പം ബിഷപ്പ് അനിൽ കൂട്ടോ, ബിഷപ്പ് കുര്യാക്കോസ്, ജോയ് ആൽക്കാസ്, പോൾ മുത്തൂറ്റ്, അഞ്ജു ബോബി ജോർജ്, ടെസി തോമസ്, ഒപ്പം ടോം വടക്കൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി, ദിനോ മോറിയ തുടങ്ങി കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളും ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലൊരു വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ എല്ലാ പരിപാടികൾക്കും, അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാജ്യം മുൻപോട്ട് പോകേണ്ടത്, ഭാരതം മുൻപോട്ട് പോകേണ്ടത് എന്ന സന്ദേശം എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലൊരു വിരുന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുള്ളത്. 1:30 വരെ ഈ ഒരു വിരുന്ന് നീളും എന്നുള്ളത് മനസ്സിലാക്കുന്നു. 1:30-ക്ക് ശേഷം കേരളത്തിൽ നിന്നുൾപ്പെടെ ഈ വിരുന്നിൽ പങ്കെടുത്തവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആ സമയത്ത് അവരുടെ അനുഭവം എന്തായിരുന്നു, വിരുന്നിന്റെ സ്വഭാവം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സമയത്ത് വിശദീകരിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ തന്നെ ക്രൈസ്തവ ദേവാലയത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് വിരുന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഉമേഷ്. യെസ്, ശരി ജിഷ്ണു. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.